ഇവരെന്താണ് ഈ കാണിക്കണമെന്ന് ഒരു പിടുത്തമില്ല. ഇത് കാണാനായിട്ട് അധികാരികളോ മറ്റുള്ളവരോ ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. ഇത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടാണ് ഈ കാണുന്നത്. അതായത് അതീവ സുരക്ഷാ മേഖലയായ എയർപോർട്ട്. ഇവിടെ ഈ കാണുന്നത് സോളാർ പാടം എന്ന് പറയും, സോളാർ പാനലിൻ്റെ പാടമാണ്. അതിനപ്പുറത്ത് കാണുന്നത് റൺവേ ആണ്. ഇവിടെ വരുന്ന വിമാനങ്ങൾ ഇറങ്ങുന്നതും ഉയരുന്നതുമായ ഭാഗമാണ് കാണുന്നത് റൺവേ. ഇത് നമ്മുടെ കാലടി നെടുവന്നൂർ റോഡ് എന്ന് പറയും, ചൊവ്വര ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഈ കാലടിയിൽ നിന്നും ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ പരിസരത്ത് കൂടി നെടുവന്നൂർ ചൊവ്വര ഭാഗത്തേക്ക് പോകുന്ന റോഡ് കാണുന്നതാണ് റൺവേ. ഇവിടെ ഇത് കാണുന്നതിനായിട്ട് നിരവധി ആളുകൾ വന്നു കൂടുന്ന സ്ഥലമാണ്. ഈ കാണുന്നത് മൊത്തം സോളാർ പാനലുകളുടെ ഇതാണ് ഈ കാണുന്നത്. കണ്ടോ, ഈ എയർപോർട്ടിനുള്ള പ്രത്യേകതയാണ്, അതായത് വേൾഡിലെ ഫസ്റ്റ് എയർപോർട്ടാണ് ഫുള്ളി പവേർഡ് സോളാർ എനർജി. അതായത് സോളാർ എനർജി വെച്ച് മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്ന ഒരു എയർപോർട്ട്, ലോകത്തിലെ ഫസ്റ്റ് എയർപോർട്ടാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. അതൊക്കെ അതെല്ലാം നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ഇവർ നടത്തുന്ന പൊതുമുതൽ കയ്യേറ്റം അത് ഒരിക്കലും നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ, ഇനി ഇവരായതുകൊണ്ട് കണ്ണടക്കുന്നതാണോ എന്നറിയില്ല. ഈ റൺവേയുടെ പരിസരത്ത് ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയാണിവർ. ഇതിന് തൊട്ടിപ്പുറത്തായിട്ടാണ് റെയിൽവേ ട്രാക്ക്. മനസ്സിലായ? അവിടെ നിന്നും ഈ റെയിൽവേ ട്രാക്കിൽ വരുന്ന ട്രെയിനിൽ വരുന്നവർക്ക് എളുപ്പത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ പരിസരത്തേക്ക് വന്നെത്താവുന്ന പ്രദേശമാണ് ഈ കാണുന്നത്. ഇവിടെ ഈ കാണുന്ന റോഡിനപ്പുറത്ത് ഒരു കനാലുണ്ട്. ഈ കനാലിന് മുകളിലാണ് ഇവരിപ്പോൾ ഈ ചാനലുകളും മറ്റും ഫിറ്റ് ചെയ്തിട്ട് കനാല് മറച്ചുകൊണ്ട് സോളാർ പാനൽ സ്ഥാപിക്കുന്നത്. വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഇവർ സ്ഥാപിക്കുന്ന സോളാർ പാനലിന് മുകളിൽ ചവിട്ടിക്കൊണ്ട് സുഗമമായിട്ട് ഈ കനാലിന് മുകളിലൂടെ ആളുകൾക്ക് റൺവേ വരെ എത്തിച്ചേരാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വീതിയേറിയ കനാല് നേരത്തെ കവർ ചെയ്ത് അപ്പുറത്ത് കടക്കാനായിട്ട് പറ്റില്ല. കടന്നാൽ തന്നെയും അപ്പുറത്ത് വലിയ ഉയരത്തിൽ നെറ്റ് കൊണ്ടുള്ള കവറിങ് ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് അപ്പുറത്തേക്ക് കടക്കൽ നടക്കില്ല. ഇപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ട് ഇതുപോലെ കനാലിന് കുറുകെ ഇതുപോലെ പാനലുകൾ ഫിറ്റ് ചെയ്ത് ഇവർ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എന്താ അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനലിൽ ചവിട്ടിക്കൊണ്ട് ഒരാൾക്ക് സുഖമായിട്ട് ഇതിനകത്തേക്ക് കയറാനും റൺവേയിലും അതുപോലെ തന്നെ യാത്രക്കാർ വന്നു ചേരുന്ന ടെർമിനലുകളിലും എത്തിച്ചേരാനായിട്ട് വളരെ എളുപ്പത്തിൽ കഴിയുമെന്നുള്ളതാണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ ഈ കനാലുള്ളത് കൊണ്ട് ഈ എയർപോർട്ടിൻ്റെ പരിസരത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കാനായിട്ട് പറ്റില്ല. കാരണം വീതിയേറിയ കനാലാണ്. അതുകൂടാതെ അപ്പുറത്ത് വേറെ നെറ്റ് കൊണ്ടുള്ള ഒരു വേലിയും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവർ എടുത്തു കളഞ്ഞുകൊണ്ട് ഈ കനാലിൻ്റെ മുകളിലൂടെ ഒരാൾക്ക് സുഗമമായി എയർപോർട്ടിനകത്തേക്ക് കയറാൻ പറ്റിയ, റൺവേ വരെ എത്തിച്ചേരാൻ പറ്റിയ വിധത്തിൽ ഈ കനാലിന് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. എന്ത് സുരക്ഷാ മാനദണ്ഡമാണ് ഇതിലിവർ എടുത്തിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും അതീവ സുരക്ഷാ മേഖലയായ എയർപോർട്ടിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് വളരെ അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. അതുകൂടാതെ പൊതു ജലസ്രോതസ്സായ ഈ കനാല് ഇവിടെ നിന്നും ഈ ഭാഗത്ത് നിന്നും നെടുവന്നൂർ ചൊവ്വര ഭാഗത്തേക്ക് പോകുന്ന ജലസ്രോതസ്സാണ് സത്യത്തിൽ. ഇത് പൊതുമുതൽ മറച്ചുകൊണ്ട് അതിന് മുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കാനായിട്ട് ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തതെന്ന് അറിയില്ല. എന്തായാലും ഇത് പൊതുവഴിയാണ്. കാലടിയിൽ നിന്നും നെടുവന്നൂർ ചൊവ്വര ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. റോഡിന് സമീപത്തുള്ള കനാലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഇവർ ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത്. കണ്ടോ, ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഒരാളുടെ കാൽമുട്ട് വരെ ഉയരത്തിലാണ് ഈ സോളാർ പാനൽ സ്ഥാപിക്കുന്നത്. സുഖമായിട്ട് ഇതിന് മുകളിലൂടെ എയർപോർട്ടിൻ്റെ റൺവേ വരെ ആളുകൾക്ക് കയറിപ്പോകാനായിട്ട് പറ്റും. എന്ത് സുരക്ഷാ മാനദണ്ഡമാണ് ഇവർ ഇതിൽ കാണുന്നതെന്നറിയില്ല. എന്തായാലും ഇതൊരു വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇത് എത്രയും പെട്ടെന്ന് ആളുകൾ എത്തേണ്ടിടത്തേക്ക് എത്തിക്കുക ഈ വീഡിയോ. അതേപോലെ ഇത് കണ്ടോ, ഇത് ഫ്ലൈറ്റ് വന്നിറങ്ങുന്ന റൺവേയുടെ തൊട്ടിപ്പുറത്താണ് ഈ കാണുന്നത്. കണ്ടോ, വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നതും ഉയരുന്നതുമായ റൺവേ ആണ് കാണുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ കാണിക്കുന്നത്. ഈ റൺവേയിലേക്ക് സുഗമമായിട്ട് ഇതിലൂടെ
ഒരാൾക്ക് കടന്നു പോകാം എന്നുള്ളതാണ്. ഇത് പൊതുവഴിയും കൂടിയാണ്, മനസ്സിലായോ? ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഒരു തടസ്സവുമില്ല ആർക്കും. എന്തെങ്കിലും അപകടം ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കടന്നു പറ്റാനായിട്ട് എളുപ്പത്തിൽ കഴിയും എന്നുള്ളതാണ്.